കോഴിക്കോട് നാദാപുരത്ത് അപകടകരമായി വാഹനമോടിച്ച് റീൽസ് ചിത്രീകരിച്ച സംഭവത്തിൽ 7 പേർ പിടിയിലായിട്ടുണ്ട്. വാഹനമോടിച്ചവരാണ് പിടിയിലായവരെല്ലാം തന്നെ. കഴിഞ്ഞ ഞായറാഴ്ച കോഴിക്കോട് നാദാപുരം വളയത്തായിരുന്നു കാറിന്റെ ഡോറിലിരുന്നും മുകളിൽ പൂത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചുമൊക്കെ ഈ വിവാഹ സംഘം റീൽസ് ചിത്രീകരിച്ചത്. രമ്യ ദാസ് ഉണ്ട്. രമ്യ, ഈ റീൽസ് ചിത്രീകരണത്തിൽ പങ്കെടുത്ത എല്ലാവരും ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. ഇവർക്കെതിരെ എന്ത് വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത്? രമ്യ, കേൾക്കാമോ? കോഴിക്കോട് നാദാപുരത്ത് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് വിവാഹ സംഘം ഈ റീൽസ് ചിത്രീകരിച്ചത്. അപ്പോൾ തന്നെ ഇത് വലിയ വ്യാപകമായ രീതിയിൽ ദൃശ്യങ്ങൾ പ്രചരിക്കുകയും സോഷ്യൽ മീഡിയയിലൊക്കെ അടക്കം ഇവർക്കെതിരായി ആളുകൾ പലരും രംഗത്ത് വരികയും ഒക്കെ ചെയ്തിരുന്നു. ഈ കാറിൻ്റെ ഡോറിലിരിക്കുകയും പടക്കം പൊട്ടിക്കുകയും പൂത്തിരി കത്തിക്കുകയും ഒക്കെ ചെയ്തായിരുന്നു ഈ സംഘത്തിൻ്റെ ആഘോഷം. ഇപ്പോൾ അതിലാണ് ഇവരെയൊക്കെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത് എന്ന വിവരം വരുന്നത്. രമ്യദാസ് ഉണ്ട്. രമ്യ, കേൾക്കാമെങ്കിൽ ഈ റീൽസ് ചിത്രീകരണത്തിൽ പങ്കെടുത്ത എല്ലാവരും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലുണ്ടോ? ഇവർക്കെതിരെ എന്ത് വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്? ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് 7 പേർക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളതും. അതുപോലെ തന്നെ 7 പേരാണ് ഇപ്പോൾ പിടിയിലായിട്ടുള്ളതും. ഈ റീൽസ് ചിത്രീകരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവരെല്ലാം തന്നെ ഇത്തരത്തിൽ പോലീസ് പിടികൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് വടകര നാദാപുരത്ത് വിവാഹയാത്രക്കിടയിൽ ഇത്തരത്തിലൊരു റീൽസ് ചിത്രീകരണം നടക്കുന്നത്. അതായത് വിവാഹത്തിലെ വരനും ഉൾപ്പെടെ കൂട്ടാളികളുമാണ് ഇത്തരത്തിലൊരു റീൽസ് ചിത്രീകരണം നടത്തിയത്. റോഡിലൂടെ പടക്കം പൊട്ടിച്ചും അതുപോലെ തന്നെ പൂത്തിരി കത്തിച്ചും ഒരു 3 കിലോമീറ്ററോളം പുറകെ വരുന്ന വാഹനങ്ങൾക്ക് സൈഡ് നൽകാതെയും മറ്റുമായിരുന്നു ഇവരുടെ യാത്രയുണ്ടായിരുന്നത്. ഇത് പൊതുജനങ്ങൾക്ക് മാർഗതടസ്സം സൃഷ്ടിച്ചു തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുള്ളത്. ഈ സോഷ്യൽ മീഡിയയിലെല്ലാം ഇത്തരത്തിൽ ഈ ഒരു റീൽസ് വലിയ തോതിൽ തന്നെ പ്രചരിച്ചിരുന്നു. തുടർന്നാണ് ഇത്തരത്തിൽ പോലീസ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഈ റീൽസിൽ പങ്കെടുത്ത 7 വാഹനങ്ങളും ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ട്. സേതു. ഓക്കെ രമ്യ.